ഭാര്യ ഗോകുലയ്ക്കെതിരായ വിമർശനത്തിൽ രൂക്ഷമായി തുറന്നടിച്ച് നടൻ ബാല. ഗോകുലയെ വേലക്കാരിയെന്ന് അധിക്ഷേപിച്ച യൂട്യൂബർക്കെതിരെയാണ് ബാല ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത്. പരസ്യമായി മാപ്പ് പറയണമെന്നും അയാളെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കില്ലെന്നും ബാല വീഡിയോയിൽ തുറന്നടിച്ചു. ബാലയുടെ വാക്കുകൾ മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്നതാണോ നിങ്ങളുടെ സംസ്കാരം? എൻ്റെ മാമൻ്റെ മകളാണ് കോകില. നിന്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ പറയുന്നു, നിങ്ങൾ സിനിമയെക്കുറിച്ച് ചോദിക്കൂ, റിലീസിനെക്കുറിച്ചും ചോദിക്കൂ, അഭിനയത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കൂ, സംസാരിക്കൂ. ഇന്ന് എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു. അടുത്തവൻ്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്ന നിയമം ഈ നാട്ടിലുണ്ടോ? ഞാൻ ക്ഷേത്ര ദർശനവും മറ്റും നല്ല കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുകയാണ്. വൈക്കത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്. എൻ്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ? ഞങ്ങൾ രണ്ടുപേരും നല്ലതായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കും. അടുത്തവൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് എന്ത് പറയാൻ പറ്റുമോ അതൊക്കെ പറയുന്നതാണ് നിൻ്റെയൊക്കെ സംസ്കാരം. കോകിലയുടെ അച്ഛൻ ഇന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുക്കേണ്ട എന്ന് പറഞ്ഞു. എല്ലാം ഇനി പുള്ളി നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. ഇത് ചെയ്തവൻ മാപ്പ് പറയണം. ഇതൊന്നും ഞാൻ അല്ല ആദ്യം തുടങ്ങി വെച്ചത്. ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ്. എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? ആളെ എനിക്കറിയാം. ഡയറക്റ്റ് മെസ്സേജ് ആണിത്. മാപ്പ് പറയണം. നിയമത്തിന് വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ. അവരുടെ അച്ഛൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ട് അടുത്തവൻ്റെ കുടുംബത്തിൽ കയറി കളിക്കരുത്. ഇത് നേരിട്ടുള്ള മുന്നറിയിപ്പാണ് എന്നാണ് ബാല പറയുന്നത്. ബാലയുടെയും കോകിലയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലായിരുന്നു. മലയാളി പാപ്പരാസി എന്ന യൂട്യൂബ് ചാനലിലായിരുന്നു ഫോട്ടോ പുറത്തുവിട്ടത്. ബാലയും ആദ്യ ഭാര്യയായ അമൃതയും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഫോട്ടോ. ഈ ഫോട്ടോയിൽ ഒരു കൊച്ചുകുട്ടിയുമുണ്ട്. കോകിലയുടെ മുഖഛായയാണ് ആ കുട്ടിക്കുള്ളത്. മാമാ പൊണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോയ്ക്ക് നൽകിയിരുന്നത്. ഇതിന് പിന്നാലെ നിരവധി യൂട്യൂബർമാർ ഈ വിഷയത്തിൽ റിയാക്ഷൻ വീഡിയോ പങ്കിട്ടിരുന്നു. ഇതോടെ ബാല രംഗത്തെത്തി. കോകില തൻ്റെ മാമപ്പൊണ്ണ് എന്ന് മാത്രമാണ് ബാല പറഞ്ഞത്. കോകിലയുടെ അച്ഛൻ രാഷ്ട്രീയക്കാരനാണെന്ന് അപ്പുറം ഒരു വിവരം കോകിലയെക്കുറിച്ച് വെളിപ്പെടുത്താൻ ബാല തയ്യാറായിരുന്നില്ല. അതേസമയം കോകിലയ്ക്ക് തന്നെ ചെറുപ്പം മുതൽ ഇഷ്ടമായിരുന്നുവെന്നും അവൾ തന്നെക്കുറിച്ച് ഡയറി എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെന്നും താരം പറഞ്ഞിരുന്നു. ഇത് കണ്ടാണ് താൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും ബാല അന്ന് വിശദീകരിച്ചു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് അറിയാമെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ബാല വീഡിയോ സന്ദേശത്തിൽ പ്രതികരിച്ചു. കാര്യമറിഞ്ഞ് കോകിലയുടെ അച്ഛൻ വിളിച്ചിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണെന്നും കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അടുത്തവൻ്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്നതാണോ നിങ്ങളുടെ സംസ്കാരം? എൻ്റെ മാമൻ്റെ മകളാണ് കോകില. സിനിമയെപ്പറ്റി സംസാരിക്കുക, അഭിനയത്തെപ്പറ്റിയും സംസാരിക്കുക, സിനിമയുടെ റിലീസിനെക്കുറിച്ച് സംസാരിക്കുക. ഇന്ന് എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു. ഇതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത്? അടുത്തവൻ്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്ന നിയമം ഈ നാട്ടിലുണ്ടോ? കോകിലയുടെ അച്ഛൻ വിളിച്ചു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം. പോലീസിൽ പരാതിപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം ഇനി പുള്ളി നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നത്. ഇത് ചെയ്തയാൾ മാപ്പ് പറയണം. എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? ആളെ എനിക്കറിയാം. ഡയറക്റ്റ് മെസ്സേജാണിത്. നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കില്ല ഞാൻ. അമ്പലം അടക്കം നല്ല പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ് ഞാനിപ്പോൾ. എൻ്റെ എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചോ? ഞങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? വീഡിയോയിൽ ബാല ചോദിക്കുന്നു. എന്നാൽ ചിത്രത്തിലെ ആ ചെറിയ പെൺകുട്ടി ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോകിലയാണെന്നാണ് പലരും അവകാശപ്പെടുന്നത്. ഈ അവകാശവാദത്തിന് ശക്തി പകരുന്ന തരത്തിലുള്ള രൂപസാദൃശ്യം കോകിലയ്ക്കും ചിത്രത്തിലെ പെൺകുട്ടിക്കുമുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ബാല നൽകിയ ഒരു അഭിമുഖത്തിലെ പ്രതികരണവും ആ പെൺകുട്ടി കോകിലയാണെന്ന് ഉറപ്പിക്കുന്നതിലേക്കുള്ള സൂചനയാണ്. കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് എന്നായിരുന്നു ബാല അന്ന് പ്രതികരിച്ചത്. ബാല അന്ന് സംസാരിച്ചത് ഈ ഒരു ഫോട്ടോയെക്കുറിച്ച് ആയിരിക്കാമെന്നാണ്. ഇതിന് അകത്ത് ആർക്കാണ് വിധിച്ചതെന്ന് നോക്കെന്നും ബാല അന്ന് പറയുന്നുണ്ട്. തൻ്റെ സ്വത്തുക്കൾ നേടാൻ ഭാഗ്യം ചെയ്തത് കോകിലയാണ്. കോകില തൻ്റെ മുറപ്പെണ്ണാണ് എന്നാണ് ബാല നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും പണ്ട് മുതൽ തന്നെ ബാലയുമായി വളരെ അടുത്ത ബന്ധം കോകിലയ്ക്കുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ബാല പറയുന്നത് സത്യമാണെന്നും യൂട്യൂബർ പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാല എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണ്. പുതിയ വീടൊക്കെ വാങ്ങിച്ച് ഫോട്ടോസൊക്കെ ഇടുന്നത് കാണാൻ സാധിക്കും. ഇനിയെങ്കിലും ബാല എല്ലാം നിർത്തിയില്ലെങ്കിൽ നാട്ടുകാർ തന്നെ വന്ന് ചീത്ത വിളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും.
ആ രീതിയിലായിരുന്നു പ്രവൃത്തികൾ. ഈ അടുത്തുണ്ടായ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാകും. പണ്ട് മുതൽ തന്നെ കോകില ബാലയെ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നിരുന്നതായും ബാല പറയുന്നു. തൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഡയറി എഴുതും. 2018 ഒരു കവിത രചിച്ചിരുന്നുവെന്നും താരം വ്യക്തമാക്കി. അമൃതയ്ക്ക് ഈ ഒരു വിഷയം അറിയാമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ചൊന്നും അവർ എവിടെയും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോയെക്കുറിച്ച് അവർ അറിയുമോ എന്ന് പോലും എനിക്കറിയില്ല. ആരായാലും ഇപ്പോൾ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ ഫോട്ടോ പുറത്തുവിട്ടതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വിവാദമാണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പറയാൻ കഴിയില്ല. വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കയറിയെന്ന സംഭവത്തിൽ ഉൾപ്പെടെ വ്യക്തതയില്ലാത്ത രീതിയിലാണ് ബാല അന്ന് സംസാരിച്ചത്. അതേസമയം ബാലയ്ക്കെതിരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളുമെല്ലാം തന്നെ ബാധിക്കുന്നുണ്ടെന്നും കോകില കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചിലർ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം. ബാല പറഞ്ഞാലേ അതൊക്കെ ആളുകൾക്ക് മനസ്സിലാകൂ. പക്ഷേ അദ്ദേഹം അതൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ലെന്നും കോകില പറഞ്ഞത്. വിവാഹശേഷം കൊച്ചിയോട് വിട പറഞ്ഞ ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം. കായൽ തീരത്തുള്ള മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ബാല തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിടാറുണ്ട്. ബാല ഉടൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം ഷൂട്ട് ചെയ്യാനും ബാലയ്ക്കും ഭാര്യയ്ക്കും താമസിക്കാനുമായിട്ടാണ് ഈ വീട് വാങ്ങിയതെന്നാണ് മറ്റൊരു സുഹൃത്തിനോട് ബാല പറഞ്ഞത്.